നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതെവിടെയായിരുന്നു? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ താനോട് ഉണ്ടായിരുന്നില്ലല്ലോ. എവിടെ പോയതാ? കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാ. പോയത് കൊണ്ടൊരു ഗുണമുണ്ടായി. ഒരു കാഴ്ച കാണാൻ പറ്റി. കാഴ്ചയോ? അതെ, പൊന്നുമണിയും ശരവണനും. ആ, അവര് തന്നെ. അതിത്തിരി കുഴപ്പോ. സൂക്ഷിച്ചില്ലെങ്കി ദുഃഖിക്കേണ്ടി വരും. ഗുണദോഷിക്കാനല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. അത് പൊന്നുമണി അനുസരിക്കോ? ഇല്ല. ശരവണനൊക്കെ ആരാണെന്ന് വിചാരിച്ചാ അവളിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നെ? അവളെ അവൻ എന്തെങ്കിലും ചെയ്താ ആർക്കാ അവന്റെ നഷ്ടം? ഇതിന്റെ പേര് വിവരക്കേടെന്നാ, അല്ലെങ്കിൽ അഹങ്കാരം. സ്ഥിരബുദ്ധിയുള്ള ആരും ഈ അബദ്ധം കാണിക്കില്ല. ആരെയാ വിളിക്കുന്നേ? അമ്മേ, ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല അക്ഷര. പാവം അമ്മ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. അമ്മ വിചാരിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് വിവരം അമ്മയെ ഞാനായിട്ട് അറിയിക്കുന്നത് തന്നെയാ നല്ലത്. ഹലോ മോനെ. അമ്മേ, ഞാനാ. പൊന്നുമണി ഉണ്ടോ അവിടെ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഇതുവരെ വന്നിട്ടില്ല. എവിടെ പോവാണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. എനിക്ക് പറയാനല്ലേ പറ്റൂ. അനുസരിക്കില്ലാന്ന് വാശി പിടിച്ചാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആരുടെ കൂടെയാ കറക്കമെന്ന് അറിയാലോ അമ്മയ്ക്ക്. എനിക്കെല്ലാം അറിയാം. ഉപദേശിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ഉപദേശിച്ചു കഴിഞ്ഞു. ഇനിയെല്ലാം അവളുടെ വിധി പോലെ വരട്ടെ. അങ്ങനെ വിചാരിക്കുന്നത് ശരിയാണോ അമ്മേ? അവളുടെ കാര്യത്തില് നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഞാൻ പറഞ്ഞ അവള് കേക്കില്ല മോനെ. പിന്നെ എന്ത് ചെയ്യും? നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ചിലപ്പോ ഗുണമുണ്ടോന്ന് നോക്കാലോ. ആ, അവളെത്തി. കട്ടിയണ്ട, ഫോൺ അവൾക്ക് കൊടുക്ക. ശരി മോനെ. ഓ, ഇവനും ഉണ്ടായിരുന്നോ കൂടെ? ഒറ്റയ്ക്ക് വിടണ്ടെന്ന് വിചാരിച്ചു. ദാ നിരഞ്ജന ഫോണിൽ. ഏത് നിരഞ്ജൻ? എനിക്ക് ആരോട് സംസാരിക്കണ്ട. ഇങ്ങ് താമേ, ഞാൻ സംസാരിക്കാം. ഡോക്ടറെ, നാനാ സർവണൻ. ഡോക്ടറെ ഒന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ. ഫോണിൽ കിട്ടിയ സ്ഥിതിക്ക് കാര്യം ഒന്ന് പറഞ്ഞേക്കാം. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നീ എന്തിനാ അവിടെ വന്നത്? ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല ഡോക്ടറെ. തന്നെയല്ല, ഞാനും പൊന്നുമണിയും തമ്മില് അവളെന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല അല്ലേ? എന്നാ കേട്ടോ, നമ്മള് തമ്മിൽ ഇഷ്ടത്തില്ല. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവാ. ഡോക്ടറെ മുൻകൈ എടുത്ത് ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. നടക്കില്ല. എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എവിടെന്നാ ധൈര്യം കിട്ടിയത്? എന്റെ പൊണ്ണു ഡോക്ടറെ, എന്റെ കയ്യിലിപ്പോ നല്ല കാശുണ്ട്. എന്നെ കിട്ടിയെന്ന് കരുതി പൊന്നുമണി നരകിക്കാനൊന്നും പോണില്ല. നല്ല അന്തസ്സോടെ തന്നെ അവൾക്ക് ജീവിക്കാം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ വെറുതെ മനക്കോട്ട കെട്ടണ്ട. ഞാൻ അവളെ പൊന്നുപോലെ നോക്കോളാം ഡോക്ടറെ. ഇങ്ങോട്ടാ, ഞാൻ പറയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എതിർത്താലും ഞാൻ ശരവണനെ തന്നെ കല്യാണം കഴിക്കും. നിങ്ങളായിട്ട് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ ശരവണനൊപ്പം ഇറങ്ങിപ്പോവും. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാ ചെയ്തു നോക്ക്. പൊന്മണി, അമ്മായിയോടും കൂടിയാ ഇത് പറഞ്ഞത്. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിന് മാറ്റമില്ല. എത്ര കാലമായമ്മേ പൊന്നുമണി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ട്? അവൾക്കൊരു കുടുംബം ഉണ്ടാകുന്ന നല്ലതല്ലേ? സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കേ. ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് അപ്പൊ മനസ്സിലാവും. ഞാൻ പോവാ. പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരും. അന്ന് ബാക്കി കാര്യങ്ങള് സംസാരിച്ച് തീരുമാനിക്കാം.
ഭക്ഷണം ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങി. 2 ആൾക്കുള്ളത് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? വേണ്ട, അത്ര തന്നെ. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. ഇങ്ങനെ പട്ടിണി കിടന്നാ നിങ്ങളെ ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ടി വരും. എന്റെ കാര്യം ഓർത്ത് ശരത്ത് വിഷമിക്കണ്ട. ഓ സോറി, നിന്റെ കാര്യം നോക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ. ഞാനത് ഓർത്തില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. അതിന് നിനക്കൊന്നുമില്ലല്ലോ. മതിയടി തളച്ചത്. വേണമെങ്കിൽ കഴിച്ചാ മതി. വലിയ ന്യായങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. കൊണ്ടുവന്നത് ഇവനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ കഴിക്കാത്തതമ്മേ. എനിക്കവനെ വിശ്വാസമില്ല. ഈ ഭക്ഷണത്തിൽ വിഷം കലർത്താൻ പോലും മടിയില്ലാത്തവനാ ഇവൻ. കണ്ടോ മേ, ഇവര് പറയുന്നത് കണ്ടോ? ഭക്ഷണത്തിൽ വിഷം കലർത്തുമെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുമേ? അങ്ങനെ ആയിരുന്നെങ്കിൽ എപ്പോഴും എനിക്കതാവായിരുന്നു. അയ്യോ, ഒരു മാന്യൻ. എന്താടാ, നീ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ലേ? ആ 2 പേരുടെ പേര് ഞാൻ ഇനി ഓർമ്മിപ്പിക്കണം. ഈ അടുത്ത കാലത്ത് നടന്നത് വേണോ? എന്താടി, നിനക്ക് ഭ്രാന്തായോ? ഒരക്ഷരം മിണ്ടിപ്പോരുത് നീ. ഭക്ഷണം നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. വൃത്തികേട് പറഞ്ഞാലുണ്ടല്ലോ. അമ്മയ്ക്ക് ഇവൻ ആരാണെന്നുള്ളത് ഇനിയും മനസ്സിലായിട്ടില്ല. ഛെ, അതുകൊണ്ടാ ഞാൻ പറയുന്ന എന്റെ ഗൗരവം മനസ്സിലാവാത്തത്. പണ്ട് റൂബിക്ക് അത് മനസ്സിലാവില്ലായിരുന്നു. നടേശൻ സാറിന് മനസ്സിലായില്ലായിരുന്നു. പിന്നെ മനസ്സിലായി. അപ്പോഴേക്കും പ്രാണനങ്ങ് മുകളിലെത്തി. ശബ്ദിച്ചു പോരുത്. നീ രക്ഷപ്പെട്ടൊന്നും വിചാരിക്കണ്ട. ആ 2 കൊലപാതകങ്ങളും അടുത്ത് തന്നെ ഉയർന്ന ഏജൻസികൾ അന്വേഷിക്കും. അപ്പൊ അറിയാം ഈ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നതിൽ എക്സ്പേർട്ട് ആരാണെന്ന്. പോടി പോടി ഇവിടുന്ന്. ഇനി എന്റെ മുന്നിൽ കണ്ടുപോവരുത്. ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഇനി ഇവിടെ നിന്ന് പ്രസംഗിച്ച നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. എന്റെ നാവ് അമ്മയ്ക്ക് പിഴുതെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ സത്യത്തിന്റെ നാവ് പിഴുതെടുക്കാൻ അമ്മയെക്കൊണ്ട് പറ്റുമോ? എങ്കിലേ എനിക്കതൊന്ന് കാണണം.